ലോകത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലും ചാവേർ സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്, ഭരണകൂടങ്ങൾ പറയുന്നത്, ഇതിലൊക്കെ വിശ്വസിക്കാത്ത ഒരു വലിയ ഇന്റലക്ച്വൽ ബുദ്ധിജീവികളുടെ ഒരു സംഘം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വളരെ സജീവം. അവരത്ര മോശക്കാരൊന്നുമല്ല, വളരെ എലൈറ്റ് ആയിട്ടുള്ള, വളരെ കീനായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അവർ പല കാര്യങ്ങളെ ഇത്തരം കാര്യങ്ങളെയൊക്കെ അവർ വേറൊരു കോണ്ടസ്റ്റിൽ കാണുന്ന ആളുകളാണ്. അപ്പോൾ പലപ്പോഴും അവർ ഇതെല്ലാം ഒരു ഡീപ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഷാഡോ ഗ്രൂപ്പുകൾ, അതിൻ്റെയൊക്കെ നീക്കങ്ങളെ, ഷാഡോ ഗ്രൂപ്പുകളുടെ നീക്കങ്ങളെ അവർ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അവരൊന്നും രാഷ്ട്രീയത്തിലൊന്നും ഉള്ളവരല്ല, പക്ഷെ വളരെ അക്കാഡമിക് ആയിട്ട് വരുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ കാശ്മീരിൽ നടന്ന പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടും അവർ പല ചർച്ചകളും ഈ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വളരെ ഡാർക്ക് ആയിട്ടുള്ള സൈറ്റുകളിലൊക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഷാഡോ ഗ്രൂപ്പുകൾ ലോകത്തെങ്ങും സജീവമാണെന്നും അതൊരു സിംഗിൾ ഫോഴ്സാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അവർ ഈ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ടെറർ അറ്റാക്കാണ് കാശ്മീരിൽ ഉണ്ടായെന്നും ഒക്കെ നന്നായി അതിന് സ്പെക്കുലേറ്റീവ് നെറേറ്റീവ്സ് ഇവർ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹൈപ്പത്തറ്റിക്കൽ പൊസിഷൻസ്, അതിൻ്റെ ഒരു ചർച്ചയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എന്താണ് ഇത്തരം ആക്രമണത്തിൻ്റെ മോട്ടിവേഷൻ, അതിൻ്റെ അഭിനേതാക്കൾ ആരൊക്കെയാണ്, ഇത് ആരാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അതിനൊരു കോംപ്ലക്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചർ അവർ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1947 പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ഫ്ലാഷ് പോയിന്റ് ആണ് ഈ കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ പല ഇൻസർജൻസി നടന്നിട്ടുണ്ട്, സെപ്പറേറ്റീവുകളുടെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ക്രോസ് ബോർഡർ മിലിറ്ററി ആക്ഷൻസ് വന്നിട്ടുണ്ട്. നീണ്ട കാലമായിട്ട് നടക്കുന്ന സംഘർഷമാണ്. അതിൽ പല ഗ്രൂപ്പുകളുണ്ട്, ലഷ്കർ ഇ തോയ്ബയുണ്ട്, ഹിസ്ബുൾ മുജാഹിദിനുണ്ട്, അങ്ങനെ ഈ ISI സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകളും പാകിസ്ഥാനിലുണ്ട്, കാശ്മീരിലുണ്ട്. ഏപ്രിൽ 22 പഹൽഗാം അറ്റാക്ക് അത് ടൂറിസ്റ്റുകളെ ആക്രമിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 3-4 കാര്യങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രത്തിന്റെ അസ്ഥിരതയ്ക്ക് ഇതൊരു ഒരുമിച്ച് നിർത്താനുള്ള ഒരു പോയിന്റാണ്. രണ്ടാമത് ഈ അവിടെ പശ്തൂണുകളുടെയും സിന്ധ് പ്രവിശ്യയിലെ ഒക്കെയുള്ള ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിലെ പ്രാദേശിക ഈ പറയുന്ന സ്വയംഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, അതിൻ്റെ ഇടയിൽ അവരുടെ രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ ഇതുപോലെയുള്ള ഒരു ആക്രമണത്തിന് ചിലപ്പോൾ സാധിച്ചേക്കും. ഇതിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അവർ പ്രധാനമായിട്ട് പറയുന്നത് അമേരിക്കയ്ക്ക് ഇതിലുള്ള ഈ വിഷയത്തിലുള്ള താല്പര്യങ്ങളിലാണ്. അത് നിസ്സാരമല്ല എന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഈ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ അവർ ചൈനയുമായിട്ടുള്ള അവരുടെ അടുപ്പം അവർ വല്ലാത്ത അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ നേരത്തെ അമേരിക്കയുടെ കൂടിയായിരുന്നു ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടായിരുന്നു. സൗത്ത് ഏഷ്യയിലെ ഈ ആയുധ വ്യാപാരം കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശവും അമേരിക്കയിൽ ധാരാളമായിട്ടുണ്ട്. US ആംസിന്റെ ഏറ്റവും വലിയ സെയില് ഇന്ത്യയിലാണ്, രണ്ടാമത് പാകിസ്ഥാനാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആയുധ വ്യാപാരം ഈ പറയുന്ന US ആംസിന്റെ സെയിൽസ് ഇന്ത്യയുമായിട്ടാണ്, പിന്നെ രണ്ടാമത് പാകിസ്ഥാനുമായിട്ടാണ്. 2019 ഒരു ഗ്ലോബൽ ഡിസ്ട്രക്ഷൻ, ഇതിന്റെ അറ്റാക്കുകൾ അത് പലപ്പോഴും ഈ അമേരിക്കയ്ക്ക് അവരുടെ ഫോറിൻ പോളിസികളെ മറയ്ക്കാനുള്ള പല കാരണങ്ങൾ. ഒന്ന് പ്രധാനമായിട്ട് ഈ ഹൂത്തികളെ ഇവർ ആക്രമിക്കുന്നുണ്ട്, ഇസ്രായേലിലെ കൂട്ടക്കൊല ഉണ്ട്, ഇത് രണ്ടും, പിന്നെ മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റുകൾ അവർ ചെയ്യുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ അവർ മറക്കാനും മായ്ക്കാനും ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിന് തീവ്രവാദികളെ എക്കാലവും പിന്തുണച്ച് നിർമ്മിച്ച് അത് വിതരണം ചെയ്ത ഒരു പരിചയമല്ല, അത് ലോകത്ത് വളരെ സമർത്ഥമായിട്ട് ഇവർ എപ്പോഴും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ലോകത്തെ ഭീകരാക്രമണങ്ങൾ ഏറെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. 1980-കളിൽ അഫ്ഗാനിസ്ഥാനിലെ നിരവധി സ്ഫോടനങ്ങൾ, അവർക്ക് മാത്രമല്ല ഇതുപോലെ പ്രോക്സീസ് ഉണ്ട്, പ്രോക്സി ഗ്രൂപ്പുകൾ, അത് കാശ്മീരിലും ചെയ്തിരിക്കാന്നാണ് ഇവർ തന്നെ. പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനകളൊക്കെ ഫണ്ട് കൊടുത്ത് പരിശീലിപ്പിച്ച് കൊണ്ടു നടക്കുന്നത്, ലോകത്തെ പ്രത്യേകിച്ച് സുന്നി ഗ്രൂപ്പുകളെയൊക്കെ കൊണ്ടു നടക്കുന്നത് ലോകത്തെ പല ഭാഗങ്ങളിൽ. ഇപ്പോൾ റഷ്യയിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിച്ചത് പാകിസ്ഥാനിലെ ഭീകരരെ കൊണ്ടാണ്, സുന്നി ഭീകരരെ കൊണ്ടാണ്. ഈ പറയുന്ന ഇറാനിൽ നിരന്തരമായിട്ട് ചാവേർ സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഇറാഖ് അടക്കമുള്ള അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ, സിറിയയിലടക്കം പല രാജ്യങ്ങൾ, അമേരിക്കൻ വിരുദ്ധ ഗ്രൂപ്പുകളുടെ ഇടയിലെല്ലാം തന്നെ ചാവേറാക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളൊക്കെ നടത്തിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്ക ആശ്രയിക്കുന്നത് ഈ പറയുന്ന പാകിസ്ഥാനിലെ സുന്നി ഭീകരരെ വെച്ചുകൊണ്ടാണ്, അവരെ അങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവരെ തന്നെ വെച്ചുകൊണ്ട് ഈ പറയുന്ന കാശ്മീരിലെ ലക്ഷ്യം നേടാനുള്ള ഒരു സാധ്യത ഈ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ചൈന പക്ഷത്തിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ മാറ്റം അമേരിക്കയുടെ അവിടുത്തെ ഇടപെടലുകൾ കുറച്ചിട്ടുണ്ട്. ചൈനയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്.
അപ്പോൾ അത് അമേരിക്കയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ ഒരു പ്രശ്നം കൊണ്ട് കാശ്മീരിലെ ഒരു ഇസ്ലാമിക് ടെററിസം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള ഒരു അറ്റാക്ക് വെച്ചിട്ട് അവര് പാലസ്തീനിൽ ചെയ്യുന്ന ക്രൂരതകളെ, പാലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകളെ, അമേരിക്ക പാലസ്തീനിൽ ചെയ്യുന്ന ക്രൂരതകളൊക്കെ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ട് ഹൂത്തികൾക്ക് മേലും യമന് മേലും ഇവർ ചെയ്യുന്ന അറ്റാക്കുകൾ, ക്രൂരതകൾ, വംശഹത്യകൾ, വംശനാശങ്ങൾ, ആയുധ വ്യാപാരം, ഇവയൊക്കെ ഈ ഒരു ഇസ്ലാമിക് ടെററിസം പറ്റുകൊണ്ട് അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ലോകത്ത് വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഒരു പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം, പ്രത്യേകിച്ച് ഏറെ ശ്രദ്ധ കിട്ടുന്ന ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവർക്ക് സാധിക്കും എന്നുള്ള ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റേജ്ഡ് അല്ലെങ്കിൽ ഒരു പെർമിറ്റഡ് അറ്റാക്ക് അത് കാശ്മീരിൽ നടന്നത് ഇവരുടെ അമേരിക്കയുടെ പല ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളെയും കൊടിയ ക്രൂരതകളെയും ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. കാശ്മീർ ഇഷ്യൂ പരിഹരിക്കപ്പെടരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. കാരണം കാശ്മീർ ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏഷ്യയിൽ അവരുടെ ഒരു പിടിവള്ളി തന്നെ ഇല്ലാതായി പോകും. പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അടുത്തിടെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പൊളിക്കലും ഇവരുടെ ഒരു ലക്ഷ്യമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അലയൻസിലേക്ക് വരിക എന്ന് പറയുന്നത് അമേരിക്കയുടെ റോൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏഷ്യയിലെ പിടിവള്ളി അലയിൽ തന്നെ അവർക്ക് പ്രശ്നത്തിലായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടത്താനുള്ള കേപ്പബിലിറ്റി അമേരിക്കയ്ക്കുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി അമേരിക്കയ്ക്ക് വളരെ നിസ്സാരമായിട്ടുണ്ട്. അത് ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയുന്നത്. വേറൊരു ഗ്രൂപ്പ് അവർ ചർച്ച ചെയ്യുന്ന ഇന്ത്യയിലെ റൂളിംഗ് പാർട്ടിയുടെ ചില ഇതിലെ ഇൻട്രസ്റ്റുകളെ പറ്റും, അവർക്ക് ഈ വിഷയത്തിലുള്ള പങ്ക്, അവര് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പാകിസ്ഥാനി സ്പോൺസേഡ് ടെററിസം എന്നുള്ള രീതിയിൽ ഇത് വരുവാണെങ്കിൽ അവർക്ക് പലതിനെയും നിലവിൽ അവരുടെ ഒരുപാട് പ്രതിസന്ധികളെ മറയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുണ്ടാക്കുമെന്ന് വാദിക്കുന്ന കുറേയധികം ചിന്തകരും ഇവരുടെ ഇടയിലുണ്ട്. ദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇത്തരം അറ്റാക്കുകൾ ഗുണം വരും. പിന്നെ മിലിറ്ററി സ്ട്രൈക്ക്, ഈ പാകിസ്ഥാനെതിരെയുള്ള മിലിറ്ററി സ്ട്രൈക്കിന് പെട്ടെന്നുള്ള ഇതിപ്പോ 2019 പുൽവാമ ഇതുപോലെ അത് രാജ്യത്ത് ഒരു ഗുണം ഉണ്ടാക്കും. അങ്ങനെ എയർ സ്ട്രൈക്ക് ബാലക്കോട്ടിലൊക്കെ ചെയ്തത് രാജ്യത്ത് അവർക്ക് ഡൊമസ്റ്റിക് ഇഷ്യൂസിനെ, ആഭ്യന്തര പ്രശ്നങ്ങളെ വളരെ രക്ഷപ്പെടുത്തി വരും. കാശ്മീരിലെ ഒരു പ്രശ്നം വരുമ്പോൾ രാജ്യം നേരിടുന്ന ഒരു വലിയ സംഭവമായിട്ട് അതിനെ പോവും, മാറ്റും. അതിലെ രാജ്യത്തെ എക്കണോമിക്, സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ മറയ്ക്കാൻ പറ്റും. ഇതിനെല്ലാത്തിനും ഈ ഹിന്ദു കൺസോളിഡേഷൻ, അപ്പൊ ഈ ഒരു എക്സ്റ്റേണൽ ത്രെറ്റിനെതിരെ ഹിന്ദു കൺസോളിഡേഷൻ, പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം ഇതിലുണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ പക്ഷെ അത് വളരെ ഇന്റലിജന്റ് ആയിട്ട് ഈ ഇന്റലിജൻസിന്റെ മുൻകാലത്ത് കൊടുത്ത വാണിങ്ങുകൾ ഇവർ ഇഗ്നോർ ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ള ഒരു വാദഗതി സജീവമാണ്. കാരണം 1999 കാർഗിൽ കോൺഫ്ലിക്റ്റ്, കാർഗിൽ വാറിന്റെ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ കാർഗിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കിട്ടിയിരുന്നു. കാശ്മീരികൾക്ക് എതിരായ ഒരു പൊതുവികാരം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം, അത് ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഗുണമാവും എന്നുള്ള ഒരു സംഭവം അവർക്കുണ്ട്. അപ്പൊ അതും അവര് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സാമ്പത്തികവുമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള കുറെ ഇഷ്യൂസ് നിലവിൽ പൊങ്ങി വന്നിട്ടുണ്ട്, പരിഹരിക്കാൻ കഴിയാത്തതും അതിജീവിക്കാൻ കഴിയാത്തതും. അപ്പൊ ഒരു അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത്തരം ഒരു സജ്ജമായ ഒരു അവസ്ഥ അനിവാര്യമാണ്. പൊതുസമൂഹത്തിന്റെ ലിബർട്ടി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും മറ്റെല്ലാത്തിനെയും വെച്ചിട്ട് ഒരു പരമാധികാര സ്ട്രക്ചറിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് യുദ്ധമല്ലാതെ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളല്ലാതെ ഇത്തരത്തിലുള്ള വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് വളരെ ബോധപൂർവം റൂളിംഗ് പാർട്ടികൾ ലോകത്ത് ഇത്തരം ഓപ്പറേഷനുകളൊക്കെ ചെയ്യാറുണ്ട്. അത് വിദേശ ഏജൻസികൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ ഈ കാര്യത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനമായ ഇതിന്റെ പിന്നിൽ ഒരു സാധ്യതയായിട്ട് കാണുന്നത് മൊസാദാണ്. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം മൊസാദ് ലോകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കന്മാരാണ്. അവർക്ക് ഈ കാശ്മീരിലും ഇന്ത്യയിലും ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഷ്യയിലെ കുറേയധികം പിടിവള്ളികൾ ഈ യുദ്ധത്തോട് കൂടിയിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഏറ്റവും വലിയ 1990 മുതലുള്ള അവരുടെ ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധമുള്ളതും അവരുടെ
അടുപ്പക്കാരനും ആയുധ കച്ചവടക്കാരനും ഒക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാശ്മീരിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. കാശ്മീരിലെ പല ട്രെയിനിങ്ങുകളും നടത്തുന്നത് മൊസാദാണ്. കാശ്മീർ അവർക്ക് കാണാപ്പാടാണ്. അപ്പൊ ഈ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം 1990കളുടെ തുടക്കത്തിൽ മൊസാദ് കാശ്മീരിലെ ഈ പറയുന്ന റോയുടെ സുരക്ഷാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവര് മൊസാദിനെ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. മാത്രമല്ല മൊസാദ് ആയിരുന്നു ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്. പലസ്തീനിൽ ഇവർ നടത്തുന്ന കൂട്ടക്കുരുതികൾ, വംശഹത്യ, ഈ സാധനങ്ങളെ മറയ്ക്കാനുമായിട്ട് ഒരു പുതിയ ഇഷ്യൂ ഉണ്ടാകുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം ലോകത്തിന്റെ ശ്രദ്ധ, ഒരു ഗ്ലോബൽ അറ്റൻഷൻ എന്ന് പറയുന്നത് പലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും നേരെ കാശ്മീരിലേക്ക് മാറ്റുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ട്രാറ്റജി ആകാമെന്ന് വാദിക്കുന്നവരുണ്ട്. അതിനവർ വളരെ കോൺക്രീറ്റ് എവിഡൻസുകൾ വെച്ചിട്ടാണ് അവർ പറയുന്നത്. മൊസാദിന്റെ പൂർവ്വ ചരിത്രങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ടൂറിസ്റ്റുകൾക്കെതിരെയുള്ള ആക്രമണം ലോകത്ത് എക്കാലവും നടത്തിയിരിക്കുന്ന ഒരു സംഘടന. അപ്പൊ ആ തരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഇവർക്കേ പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഒരു ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അത് ലോകത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഗാസ പ്രശ്നത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുകയും അത് കാശ്മീരിലേക്ക് മാറ്റുന്നതിനും ഉള്ള ഒരു ശ്രമം ഇവർക്കുണ്ട്. അത് മൊസാദിനെ സംശയിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഈ മുൻ ചർച്ച ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആളുകളും മൊസാദിനെ സംശയിക്കുന്നവരാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അവര് കാണുന്നത് മൊസാദിലാണ്. മാത്രമല്ല ഈ പറഞ്ഞ ഓപ്പറേഷന്റെ സ്ട്രക്ചറും ഈ ഓപ്പറേഷന്റെ രീതിയും അത്ര വളരെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനം, അതായത് പബ്ലിക് സ്പേസിലുള്ള ടൂറിസ്റ്റുകളെ ആക്രമിച്ചുകൊണ്ടുള്ള മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് മൊസാദിന്റെ രീതിയാണ്, മൊസാദിന്റെ മാത്രം രീതിയാണ്. പിന്നെ ഇവർ തന്നെ പറയുന്ന വേറൊരു പോയിന്റാണ് ഈ കബൽ ഓപ്പറേഷൻ. നേരത്തെ പറഞ്ഞു ഇലൂമിനേറ്റുകൾ, ലോകത്തെ സമ്പൂർണ്ണമായിട്ടൊരു ഡീപ് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയിൽ അവര് ഇതിൽ ചില ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. അവര് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുണ്ടാക്കിയെടുത്ത ഒരു ആക്രമണമാണ് ഇന്ത്യയിൽ നടന്നത് എന്ന് പറയുന്നവരുണ്ട്. ഈ അറ്റാക്കിന്റെ ഒരു ടൈമിങ്, ഇത് ഒരു ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി ഇത് ഉണ്ടാക്കുന്നുണ്ട് ഈ വയലൻസ്. പിന്നെ ഇവരുടെ വേറൊരു കാര്യമാണ് ഈ പോപ്പുലേഷൻ ഇല്ലാതാക്കുക എന്നുള്ള ഈ കബാലുകളുടെ ഒരു വലിയ സംഭവമാണ്. പിന്നെ ഇവർക്ക് കാശ്മീരിലെ ലാൻഡിൽ ഇവർക്ക് ഭയങ്കരമായ സാധനമുണ്ട്. ഒരു 1780കളിൽ ഈ കബാലുകൾ ഇല്ലാതായി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ മോഡേൺ കോൺസ്പിറസി തിയറീസ് ഇവര് ഇന്നും നിലനിൽക്കുന്ന ഇവരൊരു പവർഫുൾ ഫിഗറായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ബാങ്കേഴ്സും പൊളിറ്റീഷ്യൻസും തമ്മിൽ പിന്നെ അവര് ഉള്ള ഒരു ബന്ധം, അവര് മിലിറ്റൻസിനെ ഫണ്ട് ചെയ്യുന്നു, ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇവർ ഓപ്പറേഷൻ, അത് അവരൊരു ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചില ഓപ്പറേഷൻ ചെയ്യും. അതിന് പ്രധാനമായിട്ട് ഉദാഹരണം 9/11 ഈ പറയുന്ന അമേരിക്കയിൽ നടന്ന ആക്രമണമാണ്. അതൊരു ഇൻസൈഡ് ഓപ്പറേഷൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ കബാലുകൾ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഒരു ഇൻസൈഡ് ഓപ്പറേഷൻ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അതിനൊരു വേറൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. അപ്പൊ അവർക്ക് ഈ നടക്കുന്ന സംഭവത്തിന്റെ സമയം അറിയാം, അതിന്റെ ഇമ്പാക്റ്റ് എല്ലാ സാധനവും വെച്ചിട്ട് അവര് മാർക്കറ്റുകളിൽ അവരുടെ നിക്ഷേപങ്ങൾ, അവരുടെ ഷെയർ, പല കാര്യങ്ങൾ, അവർ പ്രധാനമായിട്ടും ആയുധ വ്യാപാരികളായിരിക്കും, അവർ മെഡിക്കൽ രംഗത്തുണ്ട്, ബാങ്കിങ് മേഖല, ഈ 3 മേഖലകളുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ പിന്നെ മിലിറ്ററി ഇത് വെച്ചിട്ട് ഇവർക്കത് ഇവരുടെ പ്രോഫിറ്റ് ഒരു 600 ടൈംസ് വരെയൊക്കെ ഒരു ചെറിയ ടൈമിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ കഴിയുന്ന സാഹചര്യം ഇവരിങ്ങനെ യുദ്ധങ്ങൾ വഴി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ പല സാധ്യതകളും ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മളൊന്ന് ചർച്ച ചെയ്തു പോയി എന്ന് മാത്രമാണ്. ഒരേ വിഷയത്തിൽ തന്നെ ലോകത്ത് നമുക്ക് പല രീതിയിലും കാണാം. ഇത് കൂടാതെ ഈ ഫാക്റ്റുകളെല്ലാം കൂടി ചേർന്ന് ഈ ഷാഡോ ഗ്രൂപ്പിന്റെ കീഴിലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഭരണകൂടങ്ങളിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പുകളിൽ നിന്നും ഇതല്ലാതെ ഒരു പുതിയ ഗ്രൂപ്പിനെതിരെ ഇവർ ചെയ്യുന്നതാണ്. അതായത് ചൈന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രയാങ്കിളിനെതിരെ ഈ പറഞ്ഞ ഇന്ത്യയെ കരുവാക്കിക്കൊണ്ട് ഇതേപോലെ ഒരു ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇലൂമിനേറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതാണ്. വളരെ ശക്തമായിട്ടുള്ള വാദിക്കുന്നവരുണ്ട്. അവരെനിക്ക് തോന്നുന്നു അവരൊരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് അവർ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീപ് സ്റ്റേറ്റ് പൊളിറ്റിക്സ്, ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇൻ എവറി കൺട്രി, അത് ഓരോ വർഷം കഴിയുന്തോറും അവർ കൂടുതൽ പിടിമുറുക്കുകയും ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയും ഓരോ സംസ്ഥാനങ്ങളും പ്രാദേശികമായി പോലും അധികാരങ്ങളിൽ നിന്ന് പരമാധികാരങ്ങളിലേക്ക് മാറ്റുകയും ജനങ്ങളുടെ ശബ്ദങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും
ജനകീയ അവകാശങ്ങളെ നിഷേധിക്കുകയും അതിനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഈ ഭീകരാക്രമണങ്ങളും ഇത്തരത്തിലുള്ള ടെററുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ബോധത്തെ മാറ്റി മീഡിയകൾ വഴി വളരെ വെർച്വലായിട്ടുള്ള ഒരു ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം ഇത്തരത്തിലുള്ള ഇലൂമിനിറ്റികളുടെയാണ്. ലോകത്തെ അവർ ഭയം കൊണ്ട് ഭരിക്കുന്നവരാണ് ഇലൂമിനിറ്റികൾ. അതിനുവേണ്ടി അവർ എല്ലാ ഭരണകൂടങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ഭരണകൂടങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഈ ഗ്രൂപ്പ് എന്നാണ് ഇവർ വാദിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മൾ കാണുന്ന ഒരു ലോകത്തിനപ്പുറം വേറെ ഒരു ലോകം ഉണ്ടായിരിക്കാം. നമ്മൾ വളരെ കപടമായ ഒരു ലോകത്തായിരിക്കാം. നമുക്ക് മുമ്പിലുള്ള കാഴ്ചകൾ വ്യാജമായിരിക്കാം, നമുക്ക് മുമ്പിലുള്ള വാർത്തകൾ വ്യാജമായിരിക്കാം, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വ്യാജമായിരിക്കാം. വ്യാജമായ ഒരു ലോകത്തായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ വെറും മനുഷ്യർ മാത്രമാണ്.